ആകാശവും ഭൂമിയും പൊട്ടിക്കറഞ്ഞ ദിവസം, സൂര്യൻ കറുത്തിരുണ്ട പകൽ, പ്രപഞ്ചത്തെ ഒന്നടങ്ക് കണ്ണീരിലാത്തിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിട പറഞ്ഞു. വർഷങ്ങൾ ചിറകടിച്ച് മുന്നോട്ട് പറന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലവും കഴിഞ്ഞു. ഇപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബാണ് ഭരണാധിപൻ. സിയാസത്തിലെ രാജ സയ്യിദാണ് ഉമർ താജ, പാരിടത്തിൽ പേരെടുത്തൊരു സുൽത്താനാണ് ഹീ, പാരിടത്തിൽ പേരെടുത്തൊരു സുൽത്താനാണ് ഹീ. സിയാസത്തിലെ രാജ സയ്യിദാണ് ഉമർ താജ, പാരിടത്തിൽ പേരെടുത്തൊരു സുൽത്താനാണ് ഹീ, പാരിടത്തിൽ പേരെടുത്തൊരു സുൽത്താനാണ് ഹീ. അതെ, അറേബ്യയിൽ ഉമറിന്റെ ഭരണം വന്നു. നീതിപൂർവകമായ ഭരണം കാഴ്ചവെച്ച് ലോകത്തെ അമ്പരപ്പിച്ച സുൽത്താൻ, അനീതിക്കും അധർമ്മത്തിനും കൂട്ടുനിൽക്കാത്ത ഭരണാധികാരി, തെറ്റ് കണ്ടാൽ മുഖം നോക്കാതെ ശിക്ഷ നടപ്പാക്കുന്ന ന്യായാധിപൻ. പ്രിയരെ, നമ്മുടെ കഥാപുരുഷനായ ഫളൽ ആബിദ് ആ ഭരണാധികാരിയുടെ ഉറ്റ സുഹൃത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച ഫളലിനെ ഉമർ ഇബ്നുൽ ഖത്താബ് ഏറെ ആദരിച്ചു. ഈ സമയത്താണ് ഫളൽ ആബിദിനെ വേദനിപ്പിച്ചൊരു സംഭവം നടക്കുന്നത്. എന്തായിരുന്നു അത്? തടഞ്ഞും കൊണ്ട് പറയുന്നു, മുന്നിലത വന്ന് പെണ്ണൊരുത്തി നിന്ന് മാന്യരെ തടഞ്ഞും കൊണ്ട് പറയുന്നു. പലവട്ടം ദർശിച്ചെന്റെ കനിയെ ഒന്ന് പറയട്ടെ അരുമപ്പൂമണിയെ, പലവട്ടം ദർശിച്ചെന്റെ കനിയെ ഒന്ന് പറയട്ടെ അരുമപ്പൂമണിയെ.